അവർ ഈ തൊഴിലിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഒരു ദിവസമെങ്കിലും വന്നിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അവിടെ എന്താ നടക്കണേന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ഒരു പിടി സിനിമാ ചോറ് തിന്ന ഒരാളും സിനിമയെ കുറ്റം പറയില്ല എന്ന്. അതിൻ്റെ അധ്വാനത്തിൻ്റെ പിന്നിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഒരു ക്രൗഡിൻ്റെ കൂടെ നിന്നിട്ട് പോയ ഒരാൾ പോലും ആ സിനിമയുടെ അധ്വാനം മനസ്സിലാവും. സിനിമയിൽ വരുന്നവർ പൊതുവേ സിനിമ വിട്ട് പോകാറില്ല. ഒരു അവിടെ അങ്ങനെ പിടിച്ച് നിൽക്കും, അത് വിട്ടു പോകാൻ പറ്റില്ല. പിന്നെ സിനിമ നമ്മളുടെ മനസ്സിലൊരു സ്വപ്നമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വിട്ടിട്ട് വേറൊരു ജീവിതം അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അത് അത്ര ഇമ്പാക്റ്റ് കിട്ടേണ്ട ഒരു സിനിമയാണ്. നമ്മളുടെ പിള്ളേർ മൊബൈലിൽ ഞങ്ങൾ കണ്ടോളാന്ന് പറഞ്ഞാൽ ഈ മൊബൈലിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതിനകത്ത് കണ്ടിട്ട് ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിനിമകളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഇതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സിനിമയ്ക്ക് ഒരിക്കലും നമ്മൾ ആവശ്യമില്ല. അത് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ഡയലോഗ്, അത് കൃത്യമാണത്. അതായത് നാദർഷയെ സിനിമയ്ക്ക് ഒരിക്കലും ഒരാവശ്യമില്ല, നാദർഷയ്ക്കാണ് സിനിമയെ ആവശ്യം എന്ന് പറഞ്ഞ പോലെ എനിക്ക് സിനിമയെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ ഓടണം. അതിന് ചിലപ്പോൾ സർ എൻ്റെ കുറേ കാലത്തെ ഡൗട്ടാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ചേട്ടൻ തന്നെ പറഞ്ഞു, അതായത് ഇപ്പം OTT പ്ലാറ്റ്ഫോംസോട് കൂടുമ്പോഴേക്കും തിയേറ്ററിൽ ഒരു ഫിലിം ഇറങ്ങുവാണെങ്കിൽ എന്തിനാണ് ഞാൻ 130 രൂപ കൊടുത്താലും 150 രൂപ കൊടുത്തൊരു സിനിമ കാണുന്നത്, ഒരു OTT ഇറങ്ങുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണാം. പണ്ടത്തെ സിനിമകൾ വെച്ച് നോക്കിയാലും എന്നും നന്മകൾ, പൊൺമുട്ടിയിടുന്ന താറാവ്, അങ്ങനത്തെ പോലെ കുറേ നല്ല നല്ല സിനിമകൾ, അതിനകത്ത് പറഞ്ഞ കോമഡികളായാലും ശരി, അത് നാച്ചുറൽ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്ന രീതി, അതൊക്കെ വരുന്ന സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന സാധനങ്ങൾ, അതൊക്കെ നമ്മൾ ആ സെൻസിലെടുക്കും. ഇപ്പോഴും നമ്മൾ അത് മൊബൈലിൽ കാണുമ്പോഴും നമ്മൾ ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ അതേപോലത്തെ സ്ലാപ്സ്റ്റിക് കോമഡികളോ അല്ലെങ്കിൽ സിറ്റുവേഷൻ കോമഡീസോ പറയുമ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു കൊച്ചി മീഡിയ ഗ്രൂപ്പ്. ദിസ് ഈസ് മീ NB ഹിയർ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് സിനിമയുടെ ഡയറക്ടറും റൈറ്ററും മ്യൂസിക് ഡയറക്ടറും നമ്മളോട് ചേരുകയാണ്. സിനിമയുടെ വിശേഷങ്ങൾ അവരോടും ചോദിച്ചറിയാലേ. നമസ്കാരം. ഒരു സിനിമയുടെ 3 സോൾസാണ് നിങ്ങൾ: ഡയറക്ടർ, റൈറ്റർ, മ്യൂസിക് ഡയറക്ടർ. എന്താ പറയുക, ഒരു സിനിമയുടെ സോൾസ് എന്ന് പറയുന്നത് അതാണ്. കാരണം അത് 3 ഒരേ ലൈനിൽ കീപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഇത് കാണുന്ന ഒരു ഓഡിയൻസിന് അത് കൃത്യമായിട്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എന്നെ സംബന്ധിച്ചൊരു സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ നേരിൽ കാണുന്ന ഒരു കഥ പോലെ, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കാണുന്ന ഒരു ജീവിതമാവാം. അത് അങ്ങനെ ഒരു ലാഗ് പോകാതെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്ന അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അത് നിങ്ങളുടെ 3 പേരെ ഒരുമിക്കുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. ശരിക്കും പേടിയാണോ ഹാപ്പിനെസ് ആണോ? ഒരു സിനിമയുടെ പിന്നിൽ ഞങ്ങൾ 3 പേരും മാത്രമല്ല, ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫറുണ്ട്, ആർട്ട് ഡയറക്ടറുണ്ട്, പിന്നെ എൻ്റെ ലൈറ്റ് ബോയ്സ് ഉൾപ്പെടെ ഈ സിനിമയുടെ വിഷ്വൽ നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കരങ്ങൾ, നല്ല മനസ്സുകൾ, ശരീരങ്ങൾ, അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി, അപ്പോൾ അവരെല്ലാവരും കൂടി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ 3 പേരും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 3 പേര് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ടെക്നീഷ്യൻസ് വെച്ചിട്ട് ഞങ്ങൾ രാപ്പകൽ സിനിമ നന്നാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഈ അത്യാവശ്യം വെട്ടവും വെളിച്ചമുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കാനും ഇതിന് സൗകര്യം ഉണ്ടാകും. ഇതിൻ്റെ ഈ രാത്രി സമയത്ത് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ലൈറ്റ്സൊക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കാട്ടിൽ നമ്മളെവിടെയെങ്കിലും ലൊക്കേഷൻ പോയി കാണും, അതിനകത്ത് പാമ്പുണ്ട പഴുതാരി ഉണ്ടാകുന്ന പോലും നോക്കാണ്ട് അവിടെ കൊണ്ടുപോയി ലൈറ്റ് വയ്ക്കാൻ പറ്റുന്ന നമ്മളുടെ യൂണിറ്റ് ബോയ്സ് ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ്. അപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനം, അവരെല്ലാവരും മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ട്, അവർ പ്രവർത്തിച്ച ഈ സിനിമ ഓടണം. അതുപോലെ തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കും. അതെ, കൊച്ചി അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മളെ സിനിമകളല്ല. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക, അങ്ങനെ ഒരുപാട് സിനിമ ഉണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്താണ് എൻ്റെ കഥാകൃത്ത്? ഇതിൽ ഇപ്പോൾ കൊച്ചിന്ന് പ്രത്യേകിച്ച് പറയുന്നതുകൊണ്ട് ഒരു കൊച്ചിയുടെ കഥയല്ല, അത് കൊച്ചിയിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെ കൊച്ചിയിൽ മാത്രം നടക്കുന്ന സംഭവമൊന്നും അർത്ഥമില്ല. അപ്പോൾ ഒരു പ്രത്യേകതയുള്ള ഒരു രാത്രിയിൽ ഒരു വലിയ ക്രൈം നടക്കുന്നു. അതുമായിട്ട് പരസ്പര ബന്ധമില്ലാത്ത കുറേ ആളുകൾ, എല്ലാ മേഖലകളിലുള്ള, ഇപ്പോൾ അതിൽ തട്ടുകട നടത്തുന്ന ആളുകൾ മുതൽ ഒരു സൂപ്പർ സ്റ്റാർ വരെയുള്ള ആളുകൾ അതിനകത്തുണ്ട്. ഇവരെല്ലാം കണക്റ്റഡ് ആവുക ഒരു ക്രൈമിൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡുണ്ട് അതിന്. ഇതൊരു മുഴുനീള ഒരു ഹാസ്യ ചിത്രമല്ല, പക്ഷേ ചെറിയ കോമഡികളൊക്കെ ആയിട്ട് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള സ്ഥലത്തുള്ള കോമഡികളും ഇതൊക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ കാണുമ്പോൾ ഒരിക്കലും 3 ജനറേഷനാണ്. ഇപ്പം റാബിക്കായാലും ശരി, നാർഷിക്കായാലും ശരി, ബ്രോ ആയാലും ശരി, ഷാമിക്കായാലും ശരി, അപ്പം
മൂന്ന് ജനറേഷൻ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പം നാദിർഷയുടെ പടം ഒരു ആളുകൾ എക്സ്പെക്ട് ചെയ്യും, നാദിർഷയുടെ പടമാണ് എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു ജോണർ ആയിരിക്കും, റാഫിക്കയുടെ പടമാണ് എന്നാൽ പിന്നെ ഇങ്ങനെ കുറച്ച് കോമഡികളൊക്കെ പ്രതീക്ഷിക്കാം, ഇഷാമൊക്കെയാണ് എന്നാൽ പിന്നെ നല്ല റൊമാൻറ്റിക് പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. നിങ്ങൾ മൂന്ന് പേരുടെ കോംബോ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ, ആ എക്സ്പെക്ടേഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനല്ല, നമുക്ക് ഒരു ധൈര്യമുണ്ട് ഈ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റാഫിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇഷാം പറയുകയാണെങ്കിൽ ഇഷാമിന് നമ്മളുടെ ജൂനിയറായിട്ട് വന്നാണെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആണ് ഇഷാം. അപ്പോൾ ഇഷാം ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇഷാമിൻ്റെ സീനിയർ ആണെങ്കിലും ഞാൻ മ്യൂസിക് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും പല കാര്യങ്ങളും എനിക്ക് ഒട്ടും അറിയാൻ പാടാത്ത കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ഇഷാമിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ റാഫിക്കാരുടെ അടുത്ത് 2 ജനറേഷൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള അധികാരവും ഒരു സൗകര്യം കിട്ടിയിട്ടുള്ള സിനിമയാണത്. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന് കാശ് മുടക്കിയ പ്രൊഡ്യൂസർ കലന്തൂർ എന്ന് പറയുന്ന, അതായത് ഒരു പുതിയ നായകനെ, റാഫിക്കയുടെ മകനാണ് മുബിൻ റാഫി, പിന്നെ അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ, നമ്മുടെ ദേവിക സഞ്ജയ് തുടങ്ങിയ ഇങ്ങനെ പിന്നെ അറിയപ്പെടുന്ന നമ്മുടെ ജോണി ആൻ്റണി, ജാഫർ ഇടുക്കി, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഇത് അത്യാവശ്യം ഒരു വലിയ ബഡ്ജറ്റിൽ ചെയ്യേണ്ട ഒരു സിനിമ ഒരു പുതിയ നായകനെ വെച്ചിട്ട് തുടങ്ങാൻ ധൈര്യം കാണിച്ച പ്രൊഡ്യൂസർ തൊട്ട് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന നമ്മളുടെ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരെ അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നുണ്ട്. ഇനി ബാക്കിയെല്ലാം താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതല്ല, ദൈവം പാതി എന്ന് മാത്രമല്ല, ഓഡിയൻസ് കൂടി നമ്മൾ അതിനകത്ത് അവർക്കും കൂടി ഷെയർ കൊടുക്കണം. കാരണം ബാക്കി പ്രേക്ഷകരും. അതെ അതെ, ഞാൻ ഫസ്റ്റിൽ പടത്തിൽ എഴുതി കാണിക്കാറുണ്ട്, നന്ദി ദൈവത്തിനും പ്രേക്ഷകർക്കും. കാരണം അവരാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പം റാഫിക്കയുടെ സ്ക്രിപ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തൊട്ടേ കാണുന്ന ഒരു സിനിമകളിലൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. അത് നാച്ചുറൽ കോമഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചുറ്റുവട്ടം കണ്ടുവരുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കോമഡികൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. എപ്പോഴും ഇങ്ങനെ നാച്ചുറൽ റൈറ്ററായിട്ട് എപ്പോഴും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് എഴുതുന്നത്? ഇല്ല, അതിപ്പോൾ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ആ കഥയിൽ ഇപ്പോൾ എനിക്കുള്ളൊരു ദുശീലം എന്ന് പറയുന്നത്, ഞാനത് പല റൂട്ടിൽ കൂടി വർക്ക് ചെയ്യും. ഒരു കഥ തന്നെ പല തരത്തിൽ വർക്ക് ചെയ്ത് ഇവരോടൊക്കെ പറഞ്ഞ് ഇവരെയും കൂടി കൺഫ്യൂഷൻ ആക്കും. ഈ കഥയിൽ എങ്ങനെ കൺഫ്യൂഷൻ? ഈ കഥയിൽ വന്നിട്ടുണ്ട് ചില സാധനങ്ങൾ. അപ്പോൾ അതെന്താ വെച്ചാൽ മനഃപൂർവ്വം ചെയ്യണമല്ല, നമ്മൾ എന്തുമാത്രം ജോലി അതിനകത്ത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതാണ് ഒരെണ്ണം എഴുതി എല്ലാവരും ഓക്കെ പറഞ്ഞു, എന്നാൽ ഇനി അതൊന്ന് വിടാം എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് എന്തുമാത്രം സമയം കിട്ടുന്നോ അത്രയും സമയം അതിലേക്ക് സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും എന്താണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് ശ്രമിക്കാറുണ്ട്. അല്ല, അങ്ങനെ ഒരു കഥ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ഇപ്പോൾ നീതി പുലർത്തിയിട്ട് ഇപ്പോൾ ഏത് ആർട്ടിസ്റ്റാണ് വരുന്നത്, ഏത് തരം സിനിമയാണിത്, പ്രേക്ഷകരെ ഏത് തരം പ്രേക്ഷകരായിരിക്കും ഇത് കാണാൻ പറ്റുക, അതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് പിന്നെ കട്ട പണിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യാന്നുള്ളത്. അതെ. പക്ഷെ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു റൈറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും തൃപ്തികരം ആവരുത്, ഒരു തൃപ്തി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഒരു റൈറ്ററിന് ഒരു തൃപ്തി അല്ല, എൻ്റെ കഥ ഇത്രേ ഉള്ളൂ, ആ മതി, എനിക്ക് തൃപ്തിയായിട്ടു, ആ ഒരു തൃപ്തി ഒരിക്കലും ഫീൽ ചെയ്യരുതെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണ്? എനിക്ക് തൃപ്തി ആവാറില്ല. അതാണ് ഇവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഇത് മതിക്കാന്ന് പറഞ്ഞാൽ എനിക്കിത് ഓക്കെ അല്ല, ഓക്കെ എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു സാധനം കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ സീൻ തന്നെ വേറൊരു തരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അത് പലപ്പോഴും അത് വിനയാവാറുമുണ്ട്. കാരണം അത് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കലും സ്പോട്ടിലല്ല, കൂടുതലും ആ വർക്ക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആയിരിക്കും നമ്മൾ ഒരു കാര്യം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്തൊരു ചേഞ്ച് വരുമ്പോൾ അത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ പരമാവധി ഞാനത് ഇല്ലാതെ നോക്കുന്നുണ്ട്, പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അതായത് ഇപ്പോൾ ഇക്ക പറഞ്ഞതിൻ്റെ ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീൻ നമ്മളുടെ അടുത്ത് പറയുമ്പോൾ നമുക്കത് അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. അതിൻ്റെ താഴെയുള്ള സാധനങ്ങളല്ല പറയുന്നത്. ഈ നമ്മളെ കൺഫ്യൂഷൻ ആക്കുക എന്ന് പറയുന്നതിൻ്റെ വേറെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല സീൻസ് ആണ് പിന്നെ പറയുമ്പോൾ. അപ്പോൾ നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആവും, ശരിയാണല്ലോ, ഇത് കൊള്ളാലോ, അപ്പോൾ അത് വേണോ ഇത് വേണോ, അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത കോൾ വരുമ്പോൾ അതേ വേറെ സാധനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്നെണ്ണത്തിൽ കിടന്ന് കറങ്ങിയിട്ട് അപ്പോൾ അല്ല അതിലേതായിരിക്കും നല്ലത്, അത് നിങ്ങൾ പറയും ഏതാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നിർത്തും. അപ്പോൾ പിന്നെ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം
ഏതാണ് നല്ലത്. നമ്മൾ അത് പക്ഷേ ഈ മൂന്നും നല്ലതായിരിക്കും. അത് അപൂർവമായിട്ട് ആണ് റൈറ്റേഴ്സിനെ സംബന്ധിച്ച് കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പല റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആരാണെങ്കിലും ഒരെണ്ണം കൊള്ളാവുന്ന ഒരാൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ലോക്ക് ചെയ്യും. പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ചിന്തിക്കാൻ അത് അദ്ദേഹം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോകണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അങ്ങനെയുള്ള റൈറ്റേഴ്സിന് മലയാള സിനിമ ഇനി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള റൈറ്റേഴ്സും കാരണം ഈ പറഞ്ഞ തൃപ്തിയാകാതെ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. നമസ്കാരം. നമസ്കാരം. ഒരു സിനിമയിലെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചില പോയിന്റിൽ ഇപ്പോൾ ഡയലോഗ് ഇല്ലാത്ത ഒരു പോർഷൻ ആയാലും ശരി, ചിലപ്പോൾ ഒരു ഇൻറ്റൻസീവ് സീൻ ആയാലും ശരി, മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിൽ എത്രത്തോളം ഉണ്ട് മ്യൂസിക് ഇമ്പോർട്ടൻസ്? എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളും നമുക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. അതുപോലത്തെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫിലിമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിൻ. ഞാൻ എനിക്ക് തോന്നുന്നൊരു 2 മാസം ആയിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിൻ്റെ വർക്കുകളായിട്ട് തന്നെ സ്റ്റുഡിയോയിലാണ്. ഇപ്പോൾ നേരെ സ്റ്റുഡിയോയിൽ നിന്നാണ് വന്ന് തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നത്. അതിൻ്റെ പശ്ചാത്തല സംഗീതം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത കാര്യം ഒരുപാട് ക്യാരക്ടേഴ്സ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലൂടെ നമുക്ക് മ്യൂസിക്കും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അതൊരു ചലഞ്ചിങ് കാര്യമായിരുന്നു. കാരണം ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ പിന്നെ സെക്കൻഡ് ഹാഫിൽ കാണുന്ന സമയത്ത് എങ്ങനെയാണ് പ്രേക്ഷകരെ നമുക്ക് വീണ്ടും അവരെ നമുക്ക് എങ്ങനെ കൗതുകമായി കുറച്ച് കൂടുതൽ അട്രാക്റ്റീവായിട്ട് എങ്ങനെ മ്യൂസിക്കിനെയും കൂടെ ഒന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആലോചനയിൽ നിന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി സിനിമ റിലീസ് ചെയ്യുമ്പം വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ആക്ച്വലി. ഇഷ എന്നൊരു പേര് കേൾക്കുമ്പോൾ മലയാളികൾ ഒറ്റ പേരേ പറയത്തുള്ളൂ, ഹൃദയം. കാരണം അത്രയും എവിടുന്ന് വന്ന് ഒറ്റയടിക്ക് ഇടിച്ചു കയറി അവിടെ അങ്ങ് പറ്റിയിരിക്കുന്ന പോലെയാണ്. അപ്പം അതെപ്പോഴെങ്കിലും വേറൊരു വർക്ക് ചെയ്യുമ്പോൾ അയ്യോ അത് അത്ര എനിക്ക് ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഹൃദയം എൻ്റെ 10ാമത്തെ സിനിമയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലും ഞാനും വൈഫും നമ്മൾ വളരെ ഒരു ചെറിയൊരു സർക്കിളാണ്. ഞാനും വൈഫും നമ്മൾ കഷ്ടപ്പാട് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൃദയം 10ാമത്തെ സിനിമയാണെങ്കിലും ഫസ്റ്റ് സിനിമ ഞാൻ ചെയ്യുന്നത് സോൾട്ട് മാംഗോ ട്രീയാണ് 2015 ചെയ്യുന്നത്. അപ്പോൾ അതെ, അത് കഴിഞ്ഞിട്ടും എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് സിനിമകളുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ സന്തോഷം. രാത്രി ഉറങ്ങുന്ന സമയത്ത് സമാധാനമായിട്ട് ഉറങ്ങുക എന്നുള്ളത്. കാരണം ഈ കോവിഡ് വന്ന സമയത്ത് എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ, ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ദുബൈയിലാണ് പഠിച്ചത്. അന്ന് എൻ്റെ കൂടെ പഠിച്ച പലരും കോവിഡ് വന്ന സമയത്ത് ജോലി ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എടാ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പറയണം. പക്ഷേ ആ സമയത്ത് പോലും ഞാൻ ആ സമയത്താണ് ഹൃദയം ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ പ്രേക്ഷകർ തരുന്നതും ദൈവം തരുന്നതുമാണ്. അപ്പോൾ അതിലൊരിക്കലും അതൊന്നും എന്നെ ഒരിക്കലും അട്രാക്റ്റ് ചെയ്തിട്ടില്ല. അത് വരും, അത് പോകും, അത്രേ ഉള്ളൂ. നമ്മുടെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് എപ്പോഴും സജീവം ആവാനും പറ്റുള്ളൂ. ആ ഒരു മനസ്ഥിതി ആണ് എപ്പോഴും, അതാണ് ഏറ്റവും വലിയ കാര്യം. ആസ് എ മ്യൂസിക് ഡയറക്ടർ എങ്ങനെയാണ് അവൻ തന്നെ ഷേപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇല്ല, എനിക്ക് തോന്നുന്നു സിനിമയിൽ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ജനങ്ങളാണ് നമ്മളെ ഷേപ്പ് ചെയ്യുക. നമ്മളെ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ഭാരമായി മാറും. അപ്പം എല്ലാ സിനിമയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആവാം. ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സും ശരീരവും ഇപ്പം ഏതൊരു സീനും ഏതൊരു ക്യാരക്ടറും എന്നോട് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റും. കാരണം ഞാൻ അത്രയും അതിൽ ഇൻവോൾവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എല്ലാ സിനിമയും അങ്ങനെയാണ്. അതുകൊണ്ട് ആ സിനിമയിലെ ഒരു സംഗീത സംവിധായകനായി ഞാനിപ്പം അഡാപ്റ്റായി കൊണ്ടിരിക്കുകയാണ്. ആ സിനിമേൻ്റെ റിലീസാവുന്ന ആ ദിവസം വരെ അങ്ങനെയാണ് എപ്പോഴും. എന്നെ അത്ഭുതപ്പെടുത്തിയ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെളുപ്പിന് 3:30-4 മണിക്കൊക്കെ ഇവൻ്റെ കോള് വരുന്നേ. ഇവൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പക്ഷേ ഇവന് അത് വിളിക്കാനായിട്ടുള്ളൊരു ഫ്രീഡം കൂടി ഉണ്ട് നമ്മൾ. അതായത് രണ്ടും കൽപ്പിച്ചിട്ട്, അതായത് ആൾ കിടന്ന് ഉറങ്ങിയാണല്ലോ എന്നുള്ളത് അങ്ങനെയല്ല. ഈ സിനിമ ഇത് ആവശ്യമാണ്, ഇതൊരു ആവശ്യമാണ്, ഈ സിനിമയുടെ ആവശ്യം. എൻ്റെ സിനിമ എന്നുള്ളൊരു തോന്നലുണ്ട്. അതിന് ഞാനും അതിന് ഉത്തരവാദിത്തമുള്ളതാണ്.
അത് അവൻ്റെ ആ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ വെളുപ്പിന് 3 മണിക്ക് 4 മണിക്കൊക്കെ ധൈര്യമായിട്ട് വിളിക്കും, സംസാരിക്കും. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഇവൻ അതിൻ്റെ പുറകെ നടപ്പുണ്ടാവും. ഞാൻ ഇതിൽ കഴിഞ്ഞ ആഴ്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു സീനാണ്. അപ്പോൾ നമ്മൾ പല സ്കോറും ട്രൈ ചെയ്ത് അതിൽ നമുക്കിങ്ങനെ കുറച്ച് സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു, ഇതെങ്ങനെ വർക്കാവും എന്നുള്ള. അപ്പോൾ കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ രാത്രി അത് കഴിഞ്ഞു. ആക്ച്വലി ഡയറക്ടർ സാറ് ഇവരൊക്കെ ഓക്കെ പറഞ്ഞ സീനാണ്, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് നേരത്തെ റാഫി സാറ് പറഞ്ഞ പോലെ ഇത് വേറെ രീതിയിൽ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കിയാൽ. അപ്പോഴാണ് എനിക്ക് തോന്നുന്നൊരു 2 മണി 3 മണി സമയമായപ്പം ഞാൻ നേരെ നാർഷാക്കാൻ ഈ ചെയ്ത പോർഷൻ മാത്രം ഒരു MP4 അയച്ചു കൊടുത്തിട്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ പിന്നെ രാവിലെ ഇക്കാനത് വർക്കായി ആ സീൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഏറ്റവും ഫൈനൽ തിങ് എന്ന് പറയുന്നത് ആ സിനിമ വർക്കാവുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. അതാണ് മെയിൻ എയിം, അതാണ് ഏറ്റവും പ്രധാനം. അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരെ കുറ്റം പറയല്ല. അതായത് ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ടിക്കറ്റ് എടുത്ത് കയറുന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതിൻ്റെ അണിയറയിൽ ഇത്രയും അധ്വാനം ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ ഇത്രയും പേര് പണിയെടുത്തെന്നോ ഇത്രയും കാശ് ചിലവാക്കിയെന്നോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അവനെ ആസ്വദിച്ചാൽ അവൻ കൊള്ളാമെന്ന് പറയും, ഇല്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും, അത്രേ ഉള്ളൂ. പക്ഷേ അല്ല, ഇതിൻ്റെ കഷ്ടപ്പാട് നോക്കേണ്ട കാര്യം അവരെ സംബന്ധിച്ച് അത് ആവശ്യമില്ല. അത് സത്യമുള്ള കാര്യമല്ലേ. ഒരു സിനിമ കാണാൻ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ ഒരു സിനിമ, അത് അവർക്ക് കാണാൻ പറ്റണം. അല്ലാതെ അവർ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നിൽ അധ്വാനം നോക്കേണ്ട കാര്യം. വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ക്രൗഡിൽ എത്ര പേരാണ് തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്നവരും എത്ര പേരാണ് ഇതിനി നോ ഒഫെൻസ് ടു എനി പ്ലാറ്റ്ഫോം, പക്ഷേ ഇതിനി തിയേറ്ററിലല്ല, അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കാണാം. പക്ഷേ എഫേർട്ട് എടുത്ത് പോയി തിയേറ്ററിൽ പോയി കാണുന്ന ആ ഒരു ക്രൗഡ് ഉണ്ടല്ലോ, അവർ ആക്ച്വലി ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർ തിയേറ്ററിൽ വന്ന സിനിമ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഞാനൊക്കെ സിനിമ മിക്സ് ചെയ്യുമ്പോഴും കാണുമ്പോഴൊക്കെ നമ്മളങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഒരു സിനിമ കാണാൻ വേണ്ടി വേറൊരാൾ ഡയറക്റ്റ് ചെയ്ത പടം കാണാൻ പോകുമ്പോഴും അതിൻ്റെ ടോട്ടാലിറ്റിയാണ് ഞാൻ നോക്കാറുള്ളത്. അതിൻ്റെ ക്യാമറ വർക്ക് എങ്ങനെയുണ്ട്, അതിൻ്റെ RR എന്താണ്, അതിൻ്റെ ആർട്ട് എന്താണ്, ഇതൊന്നും ആ ഏരിയയിലേക്ക് നമ്മൾ വെറുതെ ബ്ലാങ്കായിട്ട് നമ്മളിരുന്ന ഒരു പടം കണ്ട് അതിൻ്റെ കഥാപരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഷോർട്ട് വൈസും നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. അത് നമ്മൾ ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, ടോട്ടാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമ കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഒരു പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്ന് മേക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളുടെ ജഡ്ജ്മെൻ്റ് ആയിരിക്കണമെന്നില്ല എല്ലാവരെയും. അപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു പുതിയ നായകനെ, പുതിയ ടെക്നീഷ്യൻസ്, അതായത് സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പുതിയ തലമുറയാണ്. ഓരോരുത്തർക്കും ഇപ്പോൾ നമ്മളീ ഇരിക്കുന്ന ക്യാമറയുടെ പിന്നിലിരിക്കുന്നവർക്കും ആങ്കർ ചെയ്യുന്ന നിങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും സിനിമയിൽ വരാനായിട്ട് കൊതിയുള്ളതാണ്. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിട്ടാണെങ്കിലും ടെക്നീഷ്യൻസിനെ സംബന്ധിച്ചിട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് എഴുത്തുകാരനെ സംബന്ധിച്ചിട്ടാണെങ്കിലും പുതിയ പിള്ളേരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്ത് ആരെങ്കിലും ചെയ്താൽ, ഇപ്പോൾ ഞാൻ ചെയ്ത സിനിമ ആണെന്നല്ല, ആര് ചെയ്താലും അത് ഓടിയാൽ മാത്രമേ നമുക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ അടുത്ത പുതിയ ആളെ വെച്ചിട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള സിനിമകൾ ഓടിയില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് നിൽക്കാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും. പ്രൊഡ്യൂസർ സൈഡിൽ നിന്നോട്ട് ടെക്നീഷ്യൻസ് ആണെങ്കിൽ എല്ലാവരും അത് തെളിയിച്ച ആൾക്കാർ പുറകെ പോകും. നമുക്ക് നിലനിൽപ്പല്ല ആവശ്യം. നമ്മൾ അയ്യോ മറ്റു പടത്തിൻ്റെ അവസ്ഥ ഉണ്ട്, ഇതിൻ്റെ അവസ്ഥ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പം ഒരു പുതുമുഖം അല്ലെങ്കിൽ പുതുമുഖ സംവിധായകൻ അല്ലെങ്കിൽ പുതുമുഖ നായകൻ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഇത് പുതുമുഖമാണ്, നമുക്ക് ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അങ്ങനെ തോന്നുന്നു. അങ്ങനെ മലയാള സിനിമ അങ്ങനെ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും റഫീഖ? ഏതാണ് ഒരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? അതായത് ഒരു പുതുമുഖ നായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു പുതുമുഖ സംവിധായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. പക്ഷെ അതൊരു ആദ്യത്തെ സിനിമ ചെയ്യാന്നുള്ളതല്ലോ, പിന്നീടും കണ്ടിന്യൂ അത് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രഗിളിങ് ഇരിക്കുന്നത്. പക്ഷെ പലപ്പോഴും അങ്ങനെ കണ്ടുവരുന്നില്ല. 1-2 പേര് മുമ്പോട്ട്, ഒരു 100 പേര് മുന്നോട്ട് വരുമ്പോഴേക്കും അതിൽ 1-2 പേര് മാത്രമേ മുന്നിലെത്തും, ബാക്കി 98 പേരും പുറകിൽ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് സിനിമയുടെ ഇപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. അത് തെറ്റാണോ ശരിയാണോ അതറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ കഴിവും ഇപ്പോൾ ഏത് രംഗത്തും, നമ്മൾ സിനിമയിൽ ഏത് രംഗത്തും പ്രവർത്തിക്കാനായിട്ട് അതിൻ്റേതായ അറിവും കഴിവും വേണം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് വേണം. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും വളരെ കുറച്ച് പേരെന്താണ് രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ലക്ക് എന്ന് പറയുന്ന അതുകൂടി വേണം. ഭാഗ്യം ഒരു വലിയ ഘടകമാണ്. അത് പ്രത്യേകിച്ച് സിനിമയിൽ
ഭാഗ്യം കൂടി ആ സമയത്ത്, കാരണം ഒരു ശരിയായിട്ടുള്ള കഥ ആ സമയത്ത് ഒരു പ്രത്യേക സമയത്ത് റിലീസ് ചെയ്യും, ആ സമയത്തുള്ള ഓഡിയൻസ് അത് ഇഷ്ടപ്പെടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഭാഗ്യം വേണം. കാരണം ഹിറ്റായ ഒരു സിനിമ വേറൊരു സമയത്താണ് റിലീസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത്രയും ശ്രദ്ധ കിട്ടിയെന്ന് വരില്ല. അതേപോലെ തന്നെ പരാജയപ്പെട്ടൊരു സിനിമ മറ്റൊരു സമയത്താണ് അത് റിലീസായിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയിച്ചെന്ന് വരാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോഴാണ് ഒരു സക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു ഭാഗ്യം കൂടി വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. ഇപ്പോൾ റാഫ് സാർ, എൻ്റെ കുറേ കാലത്തെ ഡൗട്ടാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ചേട്ടൻ തന്നെ പറഞ്ഞു, അതായത് ഇപ്പം OTT പ്ലാറ്റ്ഫോംസോട് കൂടുമ്പോഴേക്കും തിയേറ്ററിൽ ഒരു ഫിലിം ഇറങ്ങുവാണെങ്കിൽ എന്തിനാ ഞാൻ 130 രൂപ കൊടുത്താലും 150 രൂപ കൊടുത്തൊരു സിനിമ കാണുന്നത്, ഒരു OTT ഇറങ്ങുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണാം. ഈ ചില പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ, അതായത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനമാണ്. അതൊന്ന് ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ പോലെ ഇവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യം ആർക്കും ഇല്ല, അവനവൻ്റെ ജോലി. പക്ഷേ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് എഴുതണതാണ്. ഇത് OTT വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ അകത്ത് വരുമല്ലോ, ടെലിഗ്രാമിൽ വരുമല്ലോ, അപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമ, അതായത് വൻ ബഡ്ജറ്റിൽ നമ്മൾ മലയാള സിനിമയിൽ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കോടികൾ മുടക്കി മലയാള സിനിമ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന കുറേ ടെക്നീഷ്യൻസ് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ചില സിനിമകൾ പോലും OTT വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ മൊബൈലിൽ വരുമ്പോൾ കാണുന്നത്. അതായത് ഈ 5.1 അല്ലെങ്കിൽ 7.1 12.1 കാണുന്ന സിനിമ അത്ര ഇമ്പാക്റ്റ് കിട്ടേണ്ട ഒരു സിനിമയാണ് നമ്മളുടെ പിള്ളേർ മൊബൈലിൽ ഞങ്ങൾ കണ്ടോളാന്ന് പറഞ്ഞാൽ. ഈ മൊബൈലിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് കണ്ടിട്ട് ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിനിമകളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഇതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുവരുന്ന സ്ഥിരം വരുന്ന ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും ഈ സിനിമ ഇന്ന സിനിമയായിട്ടൊരു കോപ്പി തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനെ പോലെ കണ്ടിട്ടുണ്ട്. ഉടനെ ആ സിനിമയെ വെച്ചിട്ട് കമ്പാരിസനാണ്. ഒരു സിനിമ എന്ന് വെച്ചാൽ അവരുടെ ഡയറക്ടറുടെ അല്ലെങ്കിൽ റൈറ്ററുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ, അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമോ അദ്ദേഹത്തിൻ്റെ ഡ്രീം ആവാം. അത് ചിലപ്പം ഏതിനോടെങ്കിലും എന്തെങ്കിലുമൊക്കെ സമയം ഉണ്ടാവാം, പക്ഷേ ഉടനെ അതാണെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രീം ക്രഷ് ചെയ്യുന്ന പോലെ. സിനിമ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിലൂടെ, ചെവികളിൽ, ഈ ബ്രെയിനിൽ, ഇതെല്ലാത്തിലും നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ ഈ വിഷ്വൽസ് മാത്രമല്ല, ഇപ്പോൾ സൗണ്ട് എഫക്ട്സ് ഇതൊരു വലിയ ഘടകമാണ്. പിന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ അറിയാം. മൊബൈലിൽ കാണുന്ന സീൻസ് അല്ല നമ്മൾ തിയേറ്റർ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ചില റെഫറൻസിനൊക്കെ ഈ സ്റ്റുഡിയോ എന്നൊക്കെ അയക്കുകയും ചില സീൻസൊക്കെ അത് ഈ മൊബൈലിൽ കാണുന്നതും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ വെറുതെ പോകുമ്പോൾ ചെറിയ ഒരു മോണിറ്ററിൽ കാണുന്നതും അത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ കാണുമ്പോഴൊക്കെയുള്ള വ്യത്യാസം നമുക്ക് അറിയാം. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന നമുക്കറിയാവുന്നിട്ട് പോലും നമ്മളെ പോലെ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ പോലും ഓരോ സെക്ഷനിൽ നമ്മൾ ഇമ്പാക്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു സ്ക്രീനിൽ കാണുന്ന 70mm സ്ക്രീനിലൊക്കെ കാണേണ്ട ഒരു പടം വന്നിട്ട് നേരെ മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ നിരൂപണം എഴുതി വിടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നല്ലതാണ് ചീത്തയാണെന്ന് പെട്ടെന്ന് കയറി പറയുമ്പോൾ അതൊക്കെ സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ? അല്ല, അവർക്കും അങ്ങനെയുള്ള പിള്ളേർ, പുതിയ ജനറേഷൻ ആണെങ്കിലും അവർ ഈ തൊഴിലിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഒരു ദിവസമെങ്കിലും വന്നിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അവിടെ എന്താ നടക്കണേന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ഒരു പിടി സിനിമാ ചോറ് തിന്ന ഒരാളും സിനിമയെ കുറ്റം പറയില്ലെന്ന്. അതിൻ്റെ അധ്വാനത്തിൻ്റെ പിന്നിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഒരു ക്രൗഡിൻ്റെ കൂടെ നിന്നിട്ട് പോയ ഒരാൾ പോലും ആ സിനിമയുടെ അധ്വാനം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറയാൻ പറ്റില്ല നമുക്ക്. അതാണ് നമ്മൾ, അപ്പോൾ അത് പറയരുത്, കഴിയുന്നത്ര പറയാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ കുഴപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും. കാരണം വെച്ചാൽ പണ്ടത്തെ സിനിമകൾ വെച്ച് നോക്കിയാലും എന്ന് നന്മകൾ, പൊൺമുട്ടിയിടുന്ന താറാവ്, അങ്ങനത്തെ പോലെ കുറേ നല്ല നല്ല സിനിമകൾ, അതിനകത്ത് പറഞ്ഞ കോമഡികളായാലും ശരി, അത് നാച്ചുറൽ, നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്ന രീതി, അതൊക്കെ വരുന്ന സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന സാധനങ്ങൾ, അതൊക്കെ നമ്മൾ ആ സെൻസിലെടുക്കും. ഇപ്പോഴും നമ്മൾ അത് മൊബൈലിൽ കാണുമ്പോഴും നമ്മൾ ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ അതേപോലത്തെ സ്ലാപ്സ്റ്റിക് കോമഡികളോ അല്ലെങ്കിൽ സിറ്റുവേഷൻ കോമഡീസോ പറയുമ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അല്ല, അതുകൊണ്ടായിട്ടുണ്ട് പൊന്മുട്ടയിടുന്ന തട്ടാന്ന് പറഞ്ഞിരുന്ന ആദ്യം ആ സിനിമ ടൈറ്റിലിട്ട്, അതാണ് പിന്നെ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുക, സെൻസറിങ് പ്രോബ്ലം വന്നിട്ട് അത് കയ്യട അത് ഒരുപാടായാലും നമ്മുടെ എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഇപ്പോൾ ഒരു സിനിമയെ പോലും ഒരു നോർമൽ സിനിമ എന്ന് പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകന് സിനിമ എന്ന് പറഞ്ഞാലും നമ്മളൊരു കഥ പ്രസൻറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അത് കഥാപാത്രങ്ങളുടെ സിറ്റുവേഷൻസ് ആണല്ലോ അവർ ചെയ്യുന്നത്. ആ സെൻസിലെടുക്കാതെ ആ വ്യക്തി എങ്ങനെ പറഞ്ഞു, അത് ആ വ്യക്തി അങ്ങനെ ചെയ്ത് ശരിയായില്ല, അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു കുഴപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് കുഴപ്പമില്ല. ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ആളുകളിൽ
വലിയ വ്യത്യാസങ്ങൾ വരും. ചില സമയത്ത് നമ്മൾ ഇതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു സാധനം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഇതാണ് ശരിയെന്ന് പറയുന്ന ആളുകൾ വരും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് സിനിമാ പ്രവർത്തകൻ്റെ ഏറ്റവും ആദ്യം വേണ്ടത്. കാരണം അത് അംഗീകരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടേണ്ട ഒരു കലാരൂപമാണ്. അപ്പോൾ ആ മാറ്റങ്ങളെ നമ്മൾ പരമാവധി ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം അത് ഒരാളോ രണ്ടാളോ പറയുന്നതല്ല. ഒരു ഒരു ജനറേഷൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. അവരുടെ മുമ്പിലേക്കാണ് നമ്മളൊരു സിനിമയായിട്ട് പോകുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം ആ സിനിമയിലൂടെ. അതല്ല ശരി, ഇതാണ് ശരിയെന്ന് പറയാൻ പറ്റണം. അല്ലെങ്കിൽ വെറുതെ അങ്ങ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ലോകം മുഴുവൻ ഒരുപാട് മാറ്റങ്ങൾ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഒക്കെ എതിരായിട്ടൊരു സിനിമ വരുന്നുണ്ടെങ്കിൽ ആ സിനിമ അത്രയും ശക്തമായിരിക്കണം. ആ പറയുന്ന പോയിന്റ് അതല്ല ശരി, ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ആ സിനിമയ്ക്ക് സാധിക്കുമെങ്കിലും ഓക്കെയാണ്. തീർച്ചയായും അങ്ങനെയും കുറേ മാറ്റങ്ങൾ നമ്മൾ മലയാള സിനിമ ഇപ്പോൾ നമ്മളെ വീടുകളിലാണെങ്കിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഭർത്താവിനെ ഏയ് പോയി അതേ ഇത് കൂടുതൽ എൻ്റെ ഉമ്മാടും ഉമ്മായൊക്കെ തന്നെ കൂടിയെന്ന് വിളിക്കുന്നത് പിള്ളേരെ വാപ്പ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സംബോധന ചെയ്യണത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. കെട്ടിയവനെ പിഴുത്ത പിള്ളേരെ എടാ നീ വന്നിട്ടാന്ന് മാറ്റമുണ്ടല്ലോ നമ്മുടെ. അതെ അതെ. അപ്പോൾ അവിടെ നമ്മൾ സിനിമയിൽ അത് കാണിക്കാതെ പിള്ളേരെ വാപ്പാന്ന് പറഞ്ഞു അതെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പോവും. അത് പിള്ളേരുടെ അപ്പനാണ്. പിള്ളേരുടെ അപ്പൻ ചോറ് എന്താന്ന് ചോദിക്കാൻ പറ്റുമോ? ഇപ്പം ഇവിടെ താൻ കഴിച്ച ഭക്ഷണം കഴിച്ചാന്ന് നമ്മൾ വിളിച്ചു ചോദിക്കുന്ന കെട്ടിയോൾ വിളിച്ചു ചോദിക്കണം. അങ്ങനെ ആയിരിക്കും. ഇവിടെ തനിക്ക് വേണോ, താൻ വേണമെങ്കിൽ വന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ തിന്നും എന്ന് പറയൂ. മറ്റത് അങ്ങനെയല്ലോ, പിള്ളേര് വാപ്പ കഴിച്ചിട്ടില്ല കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഇപ്പം ഒരു പുതുമുഖ നായകനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, മുബിൻ. അപ്പം അച്ഛനും മകനും ഒരു ഫ്രെയിമിൽ നാദർശിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ്? അല്ല, നല്ല പരിപാടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സാണ്. അല്ലെങ്കിൽ ഫാദറും മകനുമായിട്ടല്ല അഭിനയിച്ചത് ഈ പടത്തിൽ, വേറെ. അപ്പോൾ രണ്ടുപേരും നിന്നിട്ട് കഥാപാത്രങ്ങളായിട്ട് മാറിന്നിട്ട് പെരുമാറിനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയായിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപൂർവമായിട്ട് മാത്രം ചിലവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളിലൊന്നാണ് ഫേസ് ടു ഫേസ് നിന്നിട്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളുടെ ഈ നമ്മളൊക്കെ വളർന്നുന്ന കാലഘട്ടം അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇക്കയുടെ വാപ്പാടെ അടുത്ത് ഇക്കാക്ക് പോയി നേരിക്കാനും എൻ്റെ വാപ്പാടെ അടുത്ത് കുറച്ചുകൂടി സൗഹൃദം ഈ പോയി നിന്നിട്ട് അവിടെ നേരെ നിന്ന് അല്ലെങ്കിൽ എവിടാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഫേസ് ടു ഫേസ് നിന്നിട്ട് തോളത്ത് കൈ കെട്ടി നിന്നിട്ട് ക്യാരക്ടറായിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന അത്രയും ഫ്രീഡം ഉണ്ട് ഇന്നത്തെ പാരൻസ്. ആ ഒരു ഫ്രീഡം കൊടുത്തതിൻ്റെയാണ് ഈ അഭിനയിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഫ്രണ്ട്സിനെ പോലെ ഇന്ന് അഭിനയിക്കുന്ന കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൗതുകമുണ്ട്. വളരെ രസമാണ്. എങ്ങനെയുണ്ടായിരുന്നു റാഫിക്ക ഇങ്ങനെ ഫേസ് ടു ഫേസ് നിന്ന് ഒരു വേറൊരു കഥാപാത്രമായ ഡയലോഗ് പറയുമ്പോൾ? അത് അങ്ങനെ, കാരണം വെച്ചാൽ ഇവന് ഞാൻ ഒരു കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതും അവൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നതും ഷാഫി ചെയ്യുന്നതായിട്ടുള്ള സിനിമയിൽ ഒരു ഭാഗഭാക്കാണ്. അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലുണ്ടാവും, പോസ്റ്റ് പ്രൊഡക്ഷനിലുണ്ടാവും. അങ്ങനെ ഫുൾ ടൈം ഞങ്ങൾ ഈ സിനിമയുടെ കാര്യം ഇങ്ങനെ എപ്പോഴും ചർച്ച ചെയ്യും. ഈ സീനുകളൊക്കെ തമ്മിൽ ഞാൻ എല്ലാ സീനും അവനോ വായിക്കാൻ പറയും. സീനുകളൊക്കെ വായിച്ചു നോക്കും. അവന് തോന്നുന്നു ശരിയെന്ന് പറഞ്ഞ അഭിപ്രായം പറയും. അങ്ങനത്തെ ചർച്ചകൾ സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വലിയ ഒരു വ്യത്യാസം തോന്നില്ല അവിടെ ഇങ്ങനെ വന്നിട്ട്. പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു അത് അവനില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു. അല്ല, അത് സിനിമയിലെ കഥാപാത്രമായിട്ടാണെങ്കിലും ഇവൻ്റെ കാമുകീനെ വിളിച്ചിട്ട് റാഫിക്കയുടെ ക്യാരക്ടർ ഉസ്താദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ മുമ്പിലേക്ക് ഇവനൊരു കാമുകയും വിളിച്ചിട്ട് വന്നിട്ട് പറയുന്ന സീക്വൻസിലൊക്കെ ഞാൻ ആര് ഇതൊക്കെ ചോദിക്കണം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അതൊരു പ്രൊഫഷണൽ, അതൊരു രസമാണ്. നല്ലൊരു മൊമെന്റ്സ് ആണ്. അതെ, അത് ഇപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടില്ല. അത് ദൈവം അനുഗ്രഹിച്ച് ഈ സിനിമയിൽ കിട്ടി. അത് ഭാവിയിലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റേ ആ പാട്ടില് കണ്ടേ ഞാൻ ആ പാട്ടില്
പാപ്പായും മോനും കൂടി നിന്നിട്ട് ഡാൻസ് കളിക്കണുണ്ടല്ലേ? ഞാൻ ഡാൻസ് ചെയ്തിട്ടില്ല. ഉണ്ടല്ലോ ചെറുതായിട്ട് അടിച്ചു അത് എൻ്റെ പേര് ഡാൻസ് എന്നല്ല. ഞങ്ങൾക്കത് ഡാൻസ് ആണ്. അല്ല, ആ സമയത്ത് അവന് നല്ല അർമാദിച്ച് ഡാൻസ് കളിക്കുന്ന അതിന്റെ കൂടെ ഒറ്റ ഫ്രെയിമിൽ നിന്ന് അതൊക്കെ ഒരു ഭാഗ്യമെന്ന് തന്നെ കാരണം അച്ഛനും മകനും അതിപ്പോൾ വീട്ടിലായാലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാനും എൻ്റെ ബ്രദർ ഷാഫി, ഒരു സിസ്റ്റർ ഉണ്ട് റസൂമ, അപ്പോൾ ഞങ്ങൾ 3 പേരുമായിട്ടാണ് എപ്പോഴും എന്തെങ്കിലും ചെറിയ ചടങ്ങുകളിൽ കൂടുമ്പോൾ ഈ മക്കളുണ്ടല്ലോ ഇവരും എല്ലാവരും ചേർന്നിട്ട് പാട്ടും ഡാൻസും ഒക്കെ അവിടുത്തെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ ചടങ്ങുണ്ടെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നം തോന്നിയില്ല അവർക്ക് ഉള്ളതുകൊണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അർജുന അശോകന് കുഞ്ഞിലെ തൊട്ട് ഞാനും അശോകൻ ചേട്ടനൊക്കെ ഓരോ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത് നമ്മുടെ ഈ വാഴക്കാല ചെമ്പൂക്കിൽ. അപ്പോൾ ഇവൻ ചെറിയ സൈക്കിളായിട്ട് നടക്കുന്ന സമയം തൊട്ട് അർജുന അറിയാം. ഈ മുബീനെ പിന്നെ റാഫിഖാനെ കണ്ടേക്കണ അത്രയും മുബീൻ കുറച്ച് വളർന്നതിന് ശേഷമാണ് കണ്ടേക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളുടെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ഞാൻ പല കാര്യങ്ങളും ലൊക്കേഷനിൽ വെച്ചിട്ടാണെങ്കിലും ചില സീൻസും അല്ലെങ്കിൽ കാര്യങ്ങൾ വരുമ്പോൾ ഇവരായിട്ട് ഡിസ്കഷൻ നടത്തിയതിന് ശേഷം എടാ ഇത് നന്നാവും, ഇത് നോക്കിയടാ ഇത്. ഇപ്പോൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഇപ്പോഴത്തെ യൂത്തിൻ്റെ ട്രെൻഡ് അറിയാവുന്ന പിള്ളേരാണ്. അപ്പോൾ നമ്മൾ സീനിയറാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാറി കയറി ഇരിക്കാതെ ഇവരുടെ അടുത്ത് ഒക്കെ ചോദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയാൻ മടി ഉണ്ടാവും. നമ്മുടെ സീനിയോറിറ്റിയും കാര്യങ്ങളും വെച്ചിട്ട് നമ്മളോട് പറയാൻ മടി ഉണ്ടാവും. എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, മോനെ എന്തെങ്കിലും മനസ്സിൽ തോന്നി അപ്പോൾ തന്നെ വിളിച്ച് പറയണം കേട്ടോ, അല്ലാണ്ട് അവിടെ പോയി നിനക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കാരണം ഇതൊരു നമ്മൾക്ക് നമ്മുടെ തലയിൽ വരില്ല. നമ്മളെക്കാൾ ബുദ്ധിയുള്ള ടീം പുറത്ത് നിൽപ്പുണ്ട്. അവരുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊരു ടോട്ടാലിറ്റിയാണ്, ഒരു ടീം വർക്കാണെന്ന് ഞാൻ എപ്പോഴും പറയും. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വരുന്ന സാധനമാണ് ഇത് രക്ഷപ്പെടുത്തണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടീം വർക്കിനെ നമ്മൾ വലിപ്പച്ചെറുപ്പം നോക്കി സീനിയോറിറ്റി നോക്കണ്ട, വലിപ്പച്ചെറുപ്പം നോക്കണ്ട, ഒന്നും നോക്കണ്ട, അവരുടെ കൂടെ എന്നാൽ മര്യാദയ്ക്ക് ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ച്. സീനിയോറിറ്റി നോക്കി വല്ലയിടത്തും ജാടി കാണിച്ച് നിന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ വയലിരിക്കുന്നത് എറിയും. പക്ഷെ അപ്പോഴും ഇതേപോലെ കീപ്പ് ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് എന്താ പറയുക അല്ലേ, ഇത് പ്രഷർ പൾസ് ഇറങ്ങി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോഴും അതൊരു എന്താ പറയുക ഭാഗ്യമൊന്നുമല്ല, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് തന്നെയാണ്. നമ്മുടെ വർക്ക് ചെയ്യുന്ന എത്രത്തോളം ഡെഡിക്കേറ്റഡ്. അല്ല, ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യണ ഒരുപാട് സിനിമകൾ ഞാൻ അവരൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. പുതിയ പടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിനൊക്കെ പലരും ചോദിച്ചറിയാം. ഇപ്പോൾ റോജനാണെങ്കിലും ഹോമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനൊക്കെ വിളിച്ചിട്ട് നമ്പർ തപ്പി പിടിച്ച് ഞാൻ വിളിച്ചു, ജയസൂര്യയുടെ ഇന്ന് നമ്പർ പിടിച്ചിട്ട് വിളിച്ചു. അപ്പോൾ കാരണം നമുക്ക് പടങ്ങൾ കാണുമ്പോൾ പണ്ട് ഇതുപോലെ തന്നെ നമ്മളുടെ ഇവരെ എല്ലാവരും അങ്ങനെ പുതിയ ഡയറക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യുമ്പോൾ അവരെ ടെക്നീഷ്യൻസിനെ വിളിച്ച് നമ്മൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ പല കാര്യങ്ങളും അവരും പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ഗുരുസ്ഥാനത്തുള്ള ഡയറക്ടേഴ്സ് ഇവരെ എല്ലാവരും ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ പ്രിയൻ സാറാണെങ്കിലും സത്യൻ സാറാണെങ്കിലും കമൽ സാറാണെങ്കിലും ഇവരൊക്കെ നമ്മൾ സിനിമ ഇങ്ങനെ കൊതിപ്പിച്ച് നമ്മൾ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജോഷ് സാറ് ഒക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സിനിമ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന കുറേ പുതിയ പിള്ളേരുണ്ട്. ആ സിനിമയെ നമ്മൾ അംഗീകരിക്കണം. അതിനകത്ത് ഈഗോ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അവരെ ചില സ്ഥലങ്ങളിൽ ഗുരുസ്ഥാനത്ത് കാണേണ്ട കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ട്. ഇപ്പം ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, നാദർഷികയെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫെയിമോ പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒരു 10 പേര് അറിയുക അങ്ങനത്തെ ഇതൊന്നുമല്ല, ഫിനാൻഷ്യൽ ഒന്നുമല്ല. സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് നാദർഷികയെ സംബന്ധിച്ച്? സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വളർച്ചയിൽ ഞാൻ എവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ ഏറ്റവും എഡ്ജാണ്. ഒരു മല കയറിയാണ് നമ്മൾ. ആ മല കയറിയിട്ട് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ ഉണ്ട് ഇനി കയറാനായിട്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ മേളിൽ എവറസ്റ്റ് കീഴടക്കാനായിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് തെന്നി വീഴും, അപ്പോൾ പിന്നെ വീണ്ടും പിടിച്ച് കയറും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് കുറച്ച് എളുപ്പമായിട്ട് ആരെങ്കിലും കൈ പിടിച്ച് നിന്ന് അതിൽ കയറും. അങ്ങനെ കയറി മാക്സിമം നമുക്ക് എത്താൻ പറ്റുന്നിടത്തോളം എത്തുക എന്ന് പറയുന്നത് തന്നെ ലക്ഷ്യം. റാഫിക്കയെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുമ്പോൾ എന്താണ് ഇത്രയും നല്ല എക്സ്പീരിയൻസ്? അതൊരു ചെറിയ കാര്യമല്ല. അതൊരു ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം. ഒരു പ്രഡിക്ഷനോ ഒരു കാൽക്കുലേഷനോ ഒന്നിനും സ്ഥാനമില്ല അവിടെ. പിന്നെ ഇത് ഒരുപാട് പേര് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് വർഷങ്ങളിലെ പ്രയത്നങ്ങൾ കൊണ്ടിട്ടാണ് ഇവിടെ എത്തുന്നത്.
അപ്പോൾ ഇതിൽ ആകെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഭാഗ്യം കൂടുതലുള്ളവർ അവിടെ നിൽക്കാൻ പറ്റും, അല്ലാത്തവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് വരുന്നവർ ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്തൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സിനിമയിൽ വരുന്നവർ പൊതുവേ സിനിമ വിട്ടു പോകാറില്ല. ഒരു മായാലോകം. അവിടെ അങ്ങനെ പിടിച്ച് നിൽക്കും, അത് വിട്ടു പോകാൻ പറ്റില്ല. പിന്നെ സിനിമ നമ്മളുടെ മനസ്സിലൊരു സ്വപ്നമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വിട്ടിട്ട് വേറൊരു ജീവിതം അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അത് അങ്ങനത്തെ എന്തോ ഒരു മാജിക് ഉണ്ട് ആ വേൾഡിൽ. അതിൽ തന്നെ ജീവിക്കാന്ന് പറയുന്ന ഒരു വലിയ അത് കുറച്ചു കാലം ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ക്ഷമയ്ക്ക് സംബന്ധിച്ചിട്ടുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് അല്ല, എനിക്ക് തോന്നുന്നു എത്ര പഠിക്കുന്നു, എത്ര മനസ്സിലാക്കുന്ന സിനിമയെക്കുറിച്ച് അതിലുപരി 10 അല്ലെങ്കിൽ 100 ഇരട്ടിയോളം ഇനിയും ഒരുപാട് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് തരുന്ന ഒരു ആർട്ട് ഫോമാണ് സിനിമ. ഒരുപാട് എത്ര പഠിച്ചാലും ഒരിക്കലും വലിയൊരു ഓഷ്യനാണ്, അത്രയും ഭയങ്കര ആഴമുള്ളൊരു ഡീപ്പ് ഓഷ്യനായിട്ടാണ് ആർട്ട് ഫോമിന്. ലിമിറ്റില്ല, എന്നോട് എത്ര ഇതായാലും ഇവിടെ തീർന്നു എന്ന് പറയുന്ന ഒരു സാധനമില്ല, അവിടെ നിന്ന് പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പം നമ്മൾ നേരത്തെ മറ്റ് ആളുകളെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡ്രൈവേഴ്സ് ആയാലും എങ്ങനെ വേറെ ഒരുപാട് സെക്ഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സിനിമയ്ക്ക് വേണ്ടി കൊതിച്ച് അവർക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടും, ഇത്രയും അധ്വാനിക്കേണ്ടിയും വരില്ല. പക്ഷെ അവർ പോവില്ല. ഇതിൽ വർക്ക് ചെയ്യുന്നവർ എപ്പോഴും ഇതിൽ തന്നെ, അല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇതിൽ വർക്ക് ചെയ്യുന്നവർ എപ്പോഴും ഇതിൽ തന്നെ പരമാവധി അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പോസ്റ്റർ ഒട്ടിക്കാൻ വരെ ഞാൻ ഇപ്പോഴും ആരോ ഓടിയുണ്ട്, കോഴിക്കോട് എങ്ങാണ്ട് ഒരാള്, ഞങ്ങൾ ഒരു തവണ ഇന്റർവ്യൂ എടുത്ത പണ്ട് തൊട്ട സിനിമാ മോഹമായിട്ട് നടന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും പുള്ളിക്കാരൻ പോസ്റ്റർ ഒട്ടി, സിനിമ വേറെ ജോബിന് പുള്ളിക്കാരൻ പോയിട്ടില്ല, പോസ്റ്ററിന് വേണ്ടി പോസ്റ്റർ ഒട്ടി സിനിമ, ഒരു പുതിയ സിനിമ ഇറങ്ങണം അതിന് പോസ്റ്റർ ഒട്ടിക്കാൻ പുള്ളിക്കാരനാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. ആ സിനിമ അത്ര മോഹമായിട്ട് നടക്കുന്നത്. ഇപ്പോഴും അങ്ങനത്തെ കുറേ ഡ്രീംസ് ആയിട്ട് നടക്കുന്ന ഒരുപാട് പേര് എന്തിനും ഈ കൊച്ചി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. സിനിമ കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ സിനിമാക്കാരുടെ ലോകം. ഇപ്പോൾ മദ്രാസിന് പകരമായിട്ട് ഇപ്പോൾ കൊച്ചിയിലാണ് എല്ലാ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഇപ്പോൾ ഇവിടെയാണ് നടക്കുന്നത്. പണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വർഷത്തിലൊരു 5-6 മാസം നമ്മൾ മദ്രാസിലായിരിക്കും, കാരണം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ അവിടെയാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ മദ്രാസിലേക്ക് പോകേണ്ടി വരുന്നില്ല, എല്ലാം തന്നെ കൊച്ചിയിലുണ്ട്. ഇവിടെ അവൈലബിൾ ആയി. ഇവിടെ കൊച്ചിയിൽ മാത്രമല്ല വേറെയും ജില്ലകളിൽ ഉണ്ട്. ഒരുപാട് സാങ്കേതിക പ്രവർത്തകരും ഉണ്ട്, സ്ഥാപനങ്ങളും ഉണ്ട്. പിന്നെ പഠിച്ചേക്കുന്നവരൊറ്റ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന ഒരു പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് ഒരിക്കലും നമ്മൾ ആവശ്യമില്ല. അത് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ഡയലോഗ്, അത് കൃത്യമാണത്. അതായത് നാദർഷയെ സിനിമയ്ക്ക് ഒരിക്കലും ഒരാവശ്യമില്ല, നാദർഷയ്ക്കാണ് സിനിമയെ ആവശ്യം എന്ന് പറഞ്ഞ പോലെ എനിക്ക് സിനിമയെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ ഓടണം. അതിന് ചിലപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പുറകെ നിന്ന് വലിക്കാനുണ്ടാവും, ചില ആൾക്കാർ ഇടങ്കാലം വെച്ച് വീഴ്ത്തും, ചിലപ്പോൾ എടുത്ത് കല്ലെറിയും, അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ നിൽക്കണം, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ പുറകെ കുറച്ചെങ്കിലും ഓടാം. പിന്നെ അവർക്ക് നമ്മൾ അതിന് ഇന്ന ആൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ നടക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഒരു അന്യഭാഷ ചിത്രങ്ങളിലായാലും ശരി മറ്റ് ചിത്രങ്ങളിലായാലും ശരി മലയാളികളുടെ പ്രസൻസ് എപ്പോഴും ഉണ്ട്. ടെക്നിക്കാലിറ്റിയിലായാലും ശരി എല്ലാ വർക്കിംഗ് ആയാലും ശരി. അപ്പം എല്ലാവരും പറയുന്നത് മലയാളികൾ എല്ലായിടത്തും ഉണ്ട്, മലയാള ഇൻഡസ്ട്രിയിലായാലും മലയാളം മറ്റ് ഇൻഡസ്ട്രിയിലായാലും. പക്ഷേ എഴുത്തിലോട്ട് വരുമ്പോഴേക്കും മലയാളികളുടെ കുറവാണ്, ആ ഒരു പ്രസൻസ് കുറവാണ്. ട്രാഫിക്ക് പോലെ എക്സ്പീരിയൻസ് ഉള്ള റൈറ്റേഴ്സ്, നല്ല കഴമ്പുള്ള കഥകൾ പ്രസൻറ്റ് ചെയ്യുന്നവർ, ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടോ? ബാക്കി ടെക്നിക്കൽ ഇതെല്ലാം ഉള്ളപ്പോൾ നല്ലൊരു എഴുത്തുകാരുടെ ക്ഷാമം. അല്ല, എഴുത്തുകാർ പിള്ളേരുണ്ടെന്നേ ഞാൻ പറഞ്ഞ. അതായത് നമുക്ക് ധൈര്യം ഇല്ലാത്ത എന്താ അറിയോ, ഇതിപ്പോൾ കുറേ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് ഒരുപാട് പിള്ളേർ ഫോണിലൂടെയും ഇതിൽ കഥ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള സെൻസുള്ള പിള്ളേർ പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഇവർക്ക് ഇന്നാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ആദ്യം നോക്കുന്നത് ആരായിരിക്കും സ്ക്രിപ്റ്റ് നോക്കും. അപ്പോൾ പേരുള്ള ഏതെങ്കിലും ഒരു റൈറ്ററെ കിട്ടണം, കാശ് മുടക്കണാക്ക്. ആ പേരുള്ള റൈറ്റർ ആണെങ്കിലാണ് ആർട്ടിസ്റ്റ് ഡേറ്റ് കൊടുക്കുകയുള്ളൂ. ആ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയാലാണ് ഈ സംവിധായകന് വെച്ചിട്ട് ആ പ്രൊഡ്യൂസർ ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ പുതിയൊരാൾ വരാനായിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ ഈ നിലവിൽ തിരക്കുള്ള ആൾക്കാരുടെ പുറകെ തന്നെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ, ഇപ്പം ഞാൻ സൗത്ത് ഇന്ത്യൻ
റൈറ്റേഴ്സ് യൂണിയനിലുണ്ട്. നമ്മൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൽ ചേരുന്നത്, അതായത് ആ യൂണിയൻ ഉണ്ടായതിന് ശേഷം. പക്ഷെ എൻ്റെ നമ്പർ എന്തോ 100 ചില്ലാനുമാണ്. അത്രയും റൈറ്റേഴ്സ് ഉള്ളൂ. റൈറ്റേഴ്സ് കുറവാണ്. ഈ പറഞ്ഞ പോലെ മൊത്തം നമ്മൾ ഇൻഡസ്ട്രിയുടെ ഒരു ഇത് നോക്കുമ്പോൾ റൈറ്റേഴ്സാണ് ഏറ്റവും കുറവുള്ളത് ഇതിൽ വന്നിട്ട്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒരുപാട് കുറവുണ്ട് അതിനകത്ത് റൈറ്റേഴ്സിൻ്റെ ഇതിൽ. ഇപ്പോൾ സിനിമ മൊത്തത്തിലെടുത്ത് നോക്കിയാലും ഏറ്റവും കുറവുള്ള വിഭാഗം ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നല്ല റൈറ്റേഴ്സ് വരുമ്പോഴുണ്ടല്ലോ, ഇവരെ പോലുള്ള നല്ല റൈറ്റേഴ്സിന് കിട്ടിക്കഴിയുമ്പോൾ ആ റൈറ്ററുടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ചെയ്യേണ്ട ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ആ റൈറ്ററെ ഡയറക്ടറാക്കും. അങ്ങനെ നിങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചിട്ട്, അല്ല ഞാൻ എന്തിനൊന്നും നിങ്ങൾ ഡയറക്ടർ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ സംവിധായകനായിട്ട് മാറി, പിന്നെ സ്വന്തം എഴുതി അവർ സംവിധാനം ചെയ്തു. അപ്പോൾ ഒരു റൈറ്റർ കണ്ടു പോയി. ഞാൻ സംവിധാനം ചെയ്യാൻ ശരിക്കും പറയാം റാഫി, അതിപ്പോൾ പലരും പറയുന്നുണ്ട് ഒരു തവണ ഒരു വലിയൊരു ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. കാരണം അവർ പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ടെക്നിക്കലായാലും ശരി, ഫിലിമിലുള്ള ബാക്കി കാസ്റ്റ് ക്രൂവിനായാലും ശരി, അവർക്ക് കൃത്യമായിട്ട് റവന്യൂ കൊടുക്കുന്നുണ്ട്. ഒരു റൈറ്ററിനെ സംബന്ധിച്ച് അവൻ്റെ ഒരു എന്താ പറയുക, സിനിമയുടെ സോൾ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കഥയായിരിക്കുമല്ലോ. ആ കഥ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു കൃത്യമായിട്ട് ആഹാരം കഴിക്കാനുള്ളൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റേഴ്സിന് കൃത്യമായിട്ട് ഒരു കഥയായിട്ട് കൊണ്ടുവരുന്ന ഒരാൾക്ക് ഇത്ര രൂപയല്ല ഇത്ര ലക്ഷമായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഒരു ഡയറക്ടറിനല്ല അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറിന് ബാക്കി ടെക്നിക്കൽ ക്രൂവിന് കൃത്യ ഫിക്സഡ് എമൗണ്ട് ഒരു ഉണ്ടാവുമല്ലോ. ഇന്ന ഡയറക്ടറാണെങ്കിൽ ഇന്ന എമൗണ്ട്. അങ്ങനെയല്ല, കഴിവ് തെളിയിച്ച സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് അതിനനുസരിച്ചിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആകുക എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമുണ്ട്. അതിപ്പോൾ ഡയറക്ടർ ആണെങ്കിലും എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യിക്കില്ല. ചിലപ്പോൾ 10 പൈസ പഠിക്കാണ്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന പിള്ളേരായിരിക്കും, പുതിയുള്ളവർ. അത് എല്ലാ ഇതിലാണ്. ഒരു പാട്ടുകാരൻ എൻ്റെ ഇതിനകത്ത് ചോദിച്ചു, പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, ആദ്യം പറഞ്ഞാൽ 10 പൈസ ഇവൻ ട്രാക്ക് പാടിയിട്ടുണ്ട്. പൈസ എനിക്കൊരു ഡൗട്ട് ചെയ്യാൻ നന്നായിരുന്നു ചോദിക്കണം. അപ്പൊ അങ്ങനെയും സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ അല്ല, ആ ഒരു സ്ട്രഗിൾ എല്ലാവരും ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ആളാവുന്നത് വരെയും ആ റെമ്യൂണറേഷൻ്റെ അളവ് കുറവായിരിക്കും. അതിപ്പോൾ റൈറ്റർക്ക് മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും ഉണ്ട്, ആക്ടേഴ്സിനും എല്ലാവർക്കും ഉണ്ട്. അത് സിനിമയിലെ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും. ഞാൻ ഇതിലിപ്പോൾ റിലീസ് ചെയ്ത പാട്ടുണ്ട്, നാർഷാക്ക, മുഹമ്മദ് അനസ് ഞാനും കൂടെ പാടിയ, സുഹേൽ കോയ ലിറിക്സ് എഴുതിയ പാട്ട്. കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്, അന്നേ നിൻ പേരു പതുക്കനെ മൂളിപ്പോയെന്ന്, പിന്നെ ചെറുമുന്തിരി പോലൊരു ചോന്നു തൊടുത്തന്ന്, പെണ്ണെ നിന്നുള്ളിലിരിപ്പിവനെങ്ങനറിഞ്ഞെന്ന്, കിനാവിൻ്റെ കാന്താരിപ്പൂ എരിഞ്ഞേറണ്, ഹേ കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്, അന്നേ നിൻ പേരു പതുക്കനെ മൂളിപ്പോയെന്ന്. താങ്ക് യു. ഇതിൻ്റെ ഫുൾ വേർഷൻ യൂട്യൂബിലുണ്ട്, എല്ലാവരും പോയി കാണണം. താങ്ക് യു. ഇത് മാത്രമല്ല കേട്ടാ, ബാക്കിയുള്ള പാട്ടുകൾ എല്ലാം കാണണം. ഫസ്റ്റ് ഡേ തന്നെ 1 മില്യൺ അടിക്കണേ. ഓക്കെ, ഇനിയുള്ള മലയാളികളുടെ റിംഗ് ടോണുകളെല്ലാം ഈ പാട്ടുകളായിരിക്കും. അങ്ങനെ വരട്ടെ. അങ്ങനെ സാധിക്കട്ടെ. അപ്പം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാധിക്കട്ടെ. ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായി താങ്ക് യു. ഞങ്ങൾ ഒറ്റ കാര്യം പറയണുള്ളൂ, നമ്മൾ ഈ സിനിമയെ കുറിച്ചിട്ട് വലിയ നല്ലതൊന്നും നല്ലതല്ല. ഇത് അത്യാവശ്യം ഒരു നന്നായിട്ട് ആൾക്കാർക്ക് പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീല് ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് കാണാം. ഒരു ദ്വയാർത്ഥമില്ല, ഒരു പ്രശ്നമില്ലാത്ത സ്വസ്ഥമായിട്ടിരുന്ന് കണ്ട് കുറച്ച് ചിരിക്കാനും ആസ്വദിക്കാനും പറ്റിയൊരു കൊച്ചു സിനിമ. കണ്ട് മനസ്സ് നിറങ്ങി തിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ. അങ്ങനെ ആകട്ടെ. തീർച്ചയായും അങ്ങനെ സിനിമ ആവട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.